Hello everyone, my name is Shreja and I'm here to help you to be a pro in general Hindi conversation. എൻ്റെ നാട്ടിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഡൽഹി വന്നു കഴിഞ്ഞിട്ട് ഹിന്ദിയിൽ സംസാരിക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെടുന്നത്. Even though we have learned the basics of Hindi in our trainings in our schools also, but still when it comes to speak in front of multiple people, we have a bit of hesitation. So it's not a big deal. We will just clear it in a very nice manner. So let's get started with this. So let's start with our greeting first. Namaskaram. നമ്മൾ മലയാളത്തിൽ പറയുന്നത് से हम हिंदी में जब बोलेंगे we say namaste. And for good morning, if we are saying, we can say Shubh Prabhat. So if you are saying only namaste, that is more than enough for anything. So whenever we are greeting someone, we will say namaste. Now, the second question we generally need to ask is that how are you? That is സുപ്രഭാതം, നിങ്ങൾ എങ്ങനെയുണ്ട്? ആ ചോദിക്കണമെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് നമസ്തേ, ആപ് कैसे हैं? Okay, so the point is आप कैसे हैं? That is what we need to ask. നിങ്ങൾ എങ്ങനെ ഉണ്ട് എന്ന് പറയുന്നത് आप कैसे हैं എന്ന് ചോദിക്കണം. അല്ലെ നമ്മൾ പറയുന്നത് സുഖമാണോ എന്ന് ചോദിക്കുന്നത് അതും സെയിം സാധനം തന്നെയാണ്. നമ്മൾ ചോദിക്കുന്നത് ആപ് कैसे हो. നമ്മളോട് ആരെങ്കിലും ഈ സെയിം സാധനം ചോദിക്കുവാണെങ്കിൽ നമ്മൾ പറയേണ്ടത് मैं ठीक हूँ, धन्यवाद. That is I am fine, thank you. So ഒരുമിച്ച് പറയാം, मैं ठीक हूँ, धन्यवाद. മൂന്നാമത് നമ്മൾ ജനറലി ചോദിക്കുന്നത് നമ്മളുടെ പേര്. സോ വാട്ട് ഈസ് യുവർ നെയിം എന്ന് നമ്മൾ ചോദിക്കുന്നത് ആപ്കാ നാം ക്യാ ഹെ എന്നാണ് നമ്മൾ അവരോട് ചോദിക്കുക. ആപ്കാ നാം ക്യാ ഹെ. അതിന് നമ്മൾ ഉത്തരം പറയേണ്ടത് മേരാ നാം ശ്രീജ ഹെ. അങ്ങനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പേര് പറയാം. മേരാ നാം, then your name है. मेरा नाम श्रीजा है. പിന്നെ ജനറലി നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് where do you live? നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? അത് നമ്മൾ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ ആപ് കഹാ രഹത്തെ हैं या आप कहाँ रहते हो. ओके, आप कहाँ रहते हो. പിന്നെ നമ്മൾ ചോദിക്കുന്നത് അവരെന്തുവാണ് ചെയ്യുന്നത്, എന്ത് പണിയാണ് ചെയ്യുന്നത്. അതിന് വേണമെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് ആപ് ക്യാ കാം കർത്തേ ഹെ. ആപ് ക്യാ കാം കർത്തേ ഹെ. നമ്മൾ ഇൻ ജനറൽ കൺവേഴ്സേഷനിൽ നമ്മളുടെ ഫ്രണ്ട്സിനോട്, വേറെ നമ്മളോട് ചെറുതുള്ളവരോട് സംസാരിക്കുമ്പോഴാണ് തൂ എന്നൊക്കെ. തൂ ആണെങ്കിലും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ആരോടാണെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ ആപ്പാണ് സംസാരിക്കേണ്ടത്. ആപ്പ് എന്ന് പറയണം. तो आप क्या काम करते हैं. then ജനറലി നമ്മൾ ചോദിക്കും വാട്ട് ഈസ് യുവർ ഹോബി എന്നാ, നിങ്ങളുടെ ഹോബികൾ എന്തുവാണ്. അത് ചോദിക്കുന്നത് നമ്മൾ ആപ്കി ഹോബീസ് ക്യാ ഹെ. ആപ്കി ഹോബീസ് ക്യാ ഹെ. പിന്നെ നമ്മൾ അവരുടെ ഡെയിലി റുട്ടീനിന് വേണ്ടി ചോദിക്കുകയാണെങ്കിൽ ആപ്കാ ദൈനിക് ദിനചര്യ ക്യാ ഹെ. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി സിമ്പിളായിട്ട് ഇതും തന്നെ ചോദിക്കാം ആപ്കാ ഡെയിലി റുട്ടീൻ ക്യാ ഹെ. നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കങ്ങനെ ചോദിക്കാം ആപ്കാ ഡെയിലി റുട്ടീൻ ക്യാ ഹെ. ഈവൻ നമ്മളുടെ കൊളീഗ്സിനോടും ചോദിക്കാം.
Then what do you think? നിങ്ങൾ എന്ത് വിചാരിക്കുന്നു, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആപ്കോ ക്യാ ലഗ്താ ഹൈ, ആപ്കോ ക്യാ ലഗ്താ ഹൈ. ദെൻ നമ്മൾ ആരോടെങ്കിലും അവർ ഭക്ഷണം കഴിച്ചോ ഇല്ലയോ എന്ന് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ക്യാ ആപ്നെ ഖാന ഖായ, ക്യാ ആപ്നെ ഖാന ഖായ. നമ്മൾ ഖാന എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും, ലഞ്ച് ആൻഡ് ഡിന്നർ നമ്മൾ ഖാന എന്ന് പറയും. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് പറയുന്നത്, ബ്രേക്ക്ഫാസ്റ്റിനെ നമ്മൾ നാഷ്ത എന്നാണ് പറയുന്നത് ഹിന്ദിയിൽ പറയുമ്പോൾ. നമ്മൾ ഹിന്ദിയിൽ ചോദിക്കുമ്പോൾ ആയിരിക്കും, ക്യാ ആപ്നെ നാഷ്ത കർ ലിയ, ഡിഡ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. സോ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് പ്രൊനൗൺസ്ഡ് ആസ് നാഷ്ത ഇൻ ഹിന്ദി. ഓക്കെ, സോ നമ്മൾ ആരോട് ഇനി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കും, ക്യാ ആപ്നെ നാഷ്ത കർ ലിയ. പിന്നെ നമ്മൾ എന്തെങ്കിലും നമ്മൾ കൺവേഴ്സേഷൻ എൻഡ് ചെയ്യാനാവുമ്പോൾ നമ്മൾ പറയുന്നത് നൈസ് ടു മീറ്റ് യു എന്ന് പറയുന്നതിന്, നിങ്ങളെ കണ്ടതിൽ സന്തോഷമുണ്ട് എന്ന് പറയുന്നതിന് നമുക്ക് ഹിന്ദിയിൽ പറയാം, ആപ്സെ മിൽക്കർ ഖുഷി ഹുയി, ആപ്സെ മിൽക്കർ ഖുഷി ഹുയി. ഓക്കെ ഓക്കെ സോ നമ്മളിപ്പം ശ്രദ്ധിച്ചാൽ ഞാനിപ്പം പറഞ്ഞ എല്ലാ പോയിൻറ്റ്സിനകത്ത് എല്ലാ കൺവേഴ്സേഷനിൽ ഞാൻ പറഞ്ഞത് ഹിന്ദിയിൽ ആപ്പ് എന്ന് ചെയ്താണ്. നമ്മൾ തൂ, തേര, തുझे എന്ന് സംസാരിക്കുന്നത് ഒത്തിരി കാഷ്വൽ ആയിട്ടുള്ള ലാംഗ്വേജാണ്. സംടൈംസ് ഫോർ ഫ്യൂ പീപ്പിൾ ടേക്ക് ഇറ്റ് ആസ് എ ഡിസ്റെസ്പെക്ട്ഫുൾ വേർഡ്സ് ഓൾസോ. So I would suggest you, whenever you are talking to any of your senior or your colleague or any elder person, it is better you say aap. And first time जब हम किसी से मिलते हैं, നമ്മൾ ആരോടെങ്കിലും ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ എപ്പോഴും ആപ്പ് എന്ന് സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. Okay, and doing all this conversation with a gentle smile on your face, that is going to add a topping, extra creamy layer to whole of your conversation. Okay, so we are on this learning journey together. So I'm your friend who is going to help you out throughout in your such problems in language barriers to come up without any problem. So like, view and subscribe my channel so that I can be helpful for you in later on also. So thank you. Dhanyavad. Nanni.